ഈ ഒരുപാട് പേര് രസത്തിനായിട്ട് ഊജാ ബോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈക്കിക്കിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ഞാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കിക് ഫ്രണ്ടും വരും. പക്ഷെ അവിടെ ഒന്നും നടക്കത്തില്ല. തലകുത്തി നിന്നാലും അപ്പം ഈ വന്നവർ പറയും ഇയാൾ ഫ്രോഡാണ്, ഇയാൾ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു കാര്യവും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ഭയങ്കര പ്രോബ്ലമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അപ്പോഴാണിത് വർക്ക് ചെയ്യുന്നത്. ഈ ഓജ ബോർഡ് അത് എസ്പെഷ്യലി ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിൽ ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. ഈ കോളിംഗ് ദ സ്പിരിറ്റ്സ് ഇൻ ഓജ ബോർഡ്. നമ്മളും പലരും ഈ ടീനേജ് പ്രായത്തിൽ പലരും ആ കളികളൊക്കെ, കളിയല്ല അത്, പിന്നെ പീപ്പിൾ സേ ദാറ്റ് കോളിംഗ് ദ സ്പിരിറ്റ്സ് ആൻഡ് മേക്കിംഗ് ദം സേ എന്തായിരിക്കും എന്നൊക്കെ, അതൊക്കെ കറക്റ്റ് ആണോ? ഈ സ്പിരിറ്റ് എന്നുള്ളത് ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ നമ്മളുടെ തിയറി, പാരാസൈക്കോളജി തിയറി പ്രകാരം ഈ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നതാണോ നമ്മളുടെ തന്നെ മൈൻഡ് പ്രവർത്തിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമല്ല. അപ്പോൾ ഇവിടെ തന്നെ ഈ ചില ആളുകൾ ചില അൺസോൾവബിൾ പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സൈക്കിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചിലപ്പോൾ ഊജാ ബോർഡ് നോക്കിക്കും. അല്ലെങ്കിൽ ഈ ഊജാ ബോർഡിൻ്റെ വലിയ ആവശ്യമില്ല, സൈക്കിക്സിന് പലപ്പോഴും അതില്ലാതെ തന്നെ പറ്റും. അതെ, അത് വെറുതെ കാണിക്കുകയാണ് സ്പിരിറ്റിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മരിക്കുന്നു, അത് മരണം നാച്ചുറലാണോ, കൊലപാതകമാണോ, സൂയിസൈഡാണോ, ആക്സിഡൻ്റാണോ എന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ മരിച്ച സ്പിരിറ്റിനെ വിളിക്കുന്നു. അപ്പോൾ സ്പിരിറ്റ് വരുന്നു. അപ്പോൾ സ്പിരിറ്റ് വന്നിട്ട് കാര്യം പറയുന്നു, ഇത് ആക്സിഡൻ്റായിരുന്നു, ഞാൻ സൂയിസൈഡ് ചെയ്തതല്ല, എന്നാരും കൊന്നതല്ല. അപ്പോൾ ഇത് നമ്മളുടെ ഇൻ്റർപ്രിട്ടേഷൻ. ഈ സൈക്കിക്ക് വാസ്തവത്തിൽ ക്ലാർവോയൻസ് ഉപയോഗിച്ച് ആ മരിച്ചുപോയ ആളുടെ മൈൻഡിലേക്ക് സ്വന്തം മൈൻഡ് ട്യൂൺ ചെയ്ത ഇൻഫർമേഷൻ എടുക്കുകയാണ്. അല്ലാതെ ആ മരിച്ച ആളുടെ സ്പിരിറ്റ് ഇവിടെ വരുന്നുവെന്ന് നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഏർലിയർ ക്വസ്റ്റ്യൻ വാസ്, നമുക്കൊരു മൈൻഡിനോട് ട്യൂൺ ചെയ്ത് മൈൻഡിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും ആ മൈൻഡ് അവിടെ ഉണ്ടെന്നാണോ, അതോ ഇസ് ദ വേവ്സ് ഓഫ് ദാറ്റ് തോട്ട് റെക്കോർഡഡ് സംവെയർ ഇൻ ദ നാച്ചുറൽ ഹിസ്റ്ററി? അതായത് നമ്മുടെ റിയാലിറ്റിയിലാണ് ഈ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഉള്ളത്. ഈ യഥാർത്ഥത്തിലുള്ള റിയാലിറ്റിയിൽ പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം കോ എക്സിസ്റ്റിംഗ് ആണ്. അതെ, ഇപ്പോൾ ഫിസിക്സുകാരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ലൈറ്റ് സഞ്ചരിക്കുന്നത് അത് 186,000 മൈൽസ് പെർ സെക്കൻഡാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വെളിച്ചം ഇവിടെ എത്തുന്നു. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ സൂര്യനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് പിന്നെ 186,000 മൈൽസ് പെർ സെക്കൻഡ് ഡിവൈഡ് ചെയ്താൽ ഇത്രയും സെക്കൻഡ് കൊണ്ടാണ് ലൈറ്റ് സൂര്യനിൽ നിന്ന് ഇവിടെ എത്തുന്നതെന്ന് നമുക്ക് കിട്ടും. പക്ഷേ ലൈറ്റിനെ സംബന്ധിച്ച് ലൈറ്റിൻ്റെ വേഗതയിൽ ടൈമും സ്പേസും ഇല്ല. കാരണം ഐൻസ്റ്റൈൻ്റെ തിയറിയിൽ ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ടൈം സീറോ ആണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയാണ് ഇവിടെ എത്തുന്നത് ലൈറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ സ്പേസിൽ ലെങ്ത് കൺട്രാക്ഷൻ സംഭവിക്കും ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ അനുസരിച്ച്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഇവിടെ വരത്തേക്ക് സ്പേസ് സീറോ ആണ്. അപ്പോൾ ടൈമും സ്പേസും സീറോ ആണ്. അപ്പോൾ ലൈറ്റിനെ സംബന്ധിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ടുഗദർ. അതെ അതെ അതെ. സർ, ഈ നേരത്തെ പറഞ്ഞ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ആസ്പെക്റ്റില്ല, ഇതൊരു ക്രിമിനൽ സീനാണ്. ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. സൈക്കിക്കായ ഒരാൾ ഇവിടെ എത്തുമ്പോൾ അയാൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അതല്ലേ സർ? ബിക്കോസ് ഹീ സൈക്കിക്, ഹീ ക്യാൻ ട്യൂൺ ഇൻ ടു ദ മൈൻഡ് ഓഫ് സംബഡി ആൻഡ് ഹീ ഗെറ്റ്സ് ദ ഐഡിയ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ പ്രിമോണിഷൻസ് വരുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഇതായിരിക്കാം സംഭവിച്ചതെന്ന് തോന്നുന്നത് ഒക്കെ അങ്ങനെയാണ്. എക്സാമ്പിൾ പറയാമോ സാർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തെങ്കിലും സാറിൻ്റെ
കൺസൾട്ടിങ് എക്സ്പീരിയൻസ് ഒരുപാട് അല്ല, എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അല്ലേ, ഞാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ അത് കുറച്ച് ഡ്രാമാറ്റിക് ആയതുകൊണ്ടാണ്. ഒരു സ്ത്രീ മരിക്കുന്നു. അപ്പോൾ അവരുടെ സിസ്റ്ററും ഈ മരിച്ച സ്ത്രീയുടെ 2 കുട്ടികളുമായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ അവർ വന്ന് പറയുന്നു ഈ എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഈ സ്ത്രീ മരിക്കുന്ന സമയത്ത് അവർ വളരെ ഡിസ്ട്രസ്ഡ് ആയിരുന്നു. ഹസ്ബൻഡുമായിട്ട് ഡൈവേഴ്സ് കേസ് നടക്കുകയാണ്. പക്ഷേ അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ആ സമയത്ത് താമസിക്കുന്നത്. ചുറ്റുപാടും ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളാണ്. ഇവരെല്ലാം ഈ സ്ത്രീയുമായിട്ട് ഭയങ്കര പിണക്കത്തിലുമാണ്. അപ്പോൾ ഇവർ പുറയിൽ 6 കിള്ളിയാറാണ്. അപ്പോൾ ഇവർ രാവിലെ കുളിക്കാനും തുണി നനയ്ക്കാനും ഒക്കെ ആയിട്ട് ആറ്റിലേക്ക് പോകുന്നു. ആ സമയത്ത് ഇവരുടെ മോള് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ തിരിച്ചു വരുന്നില്ല. അപ്പോൾ മോള് പോയി നോക്കിയപ്പോൾ അമ്മ ഒരു കുട്ടയിൽ ഇവരെ തുണിയൊക്കെ നനയ്ക്കാൻ കൊണ്ടുപോയി. കുട്ടയും കാണുന്നില്ല, തുണികളും കാണുന്നില്ല. അപ്പോൾ അവിടെ എങ്ങാം ചുറ്റുപാടും ആളുകളൊന്നുമില്ല. അപ്പോൾ ഇവരെ കൊലപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട്, ഇവരെ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ വല്ലാത്ത ഒരു ടെൻഷനിലാണ് ആ സമയത്ത്. പിന്നെ ആക്സിഡൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അവിടെ ക്ലിയറിലൊന്ന് വെള്ളപ്പൊക്കവും ഭയങ്കര ഒഴുക്കുമൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു സൈക്കിക് ഫ്രണ്ടിനെ വിളിച്ച് അയാൾ വന്നു. അയാൾ ആദ്യം ഊജ ബോർഡ് എടുത്ത് വെച്ച്, അപ്പോൾ ഇവർക്ക് ഊജ ബോർഡ് തന്നെ വേണം, അതിലാണ് വിശ്വാസം. അതിനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവരാരും ട്രൈ ചെയ്തിട്ട് അവർക്കൊന്നും മൂവ്മെൻറ്റ് വരുന്നില്ല. അവസാനം എൻ്റെ സൈക്കിക് ഫ്രണ്ട് തന്നെ ഊജ ബോർഡ് ഇതിൽ കൈവച്ചു. അപ്പോൾ ഈ മരിച്ച സ്ത്രീയുടെ സ്പിരിറ്റ് വന്നു എന്നയാൾ പറയുന്നു. ഇത് ആക്സിഡൻ്റാണ്, ഇത് നിങ്ങളിനി പോലീസിലൊന്നും പോയി കംപ്ലയിൻറ്റ് ചെയ്യണ്ട. പോലീസ് അല്ലെങ്കിലും കേസെടുത്തു. പക്ഷേ ഇവർക്ക് വിശ്വാസമാകുന്നില്ല. ഇത് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ വെറുതെ പറയുന്നതല്ല. അപ്പം പിന്നെ ഒരു ഇമ്പാസ്, അതായത് ഇവർക്ക് കൺവിൻസ്ഡ് ആകുന്നില്ല. അപ്പോൾ എൻ്റെ സൈക്കിക് ഫ്രണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പെട്ടെന്ന് പുള്ളി പറയാൻ തുടങ്ങി. ഈ കുട്ടിയോടാണ് ചോദിക്കുന്നത്, ഈ TV കണ്ടുകൊണ്ടിരുന്നെന്ന് പറയുന്ന കുട്ടിയോട്, അമ്മ ഇന്ന ഡ്രസ്സല്ല ഇട്ടിരുന്നത്, ഈ മാറ്റിലേക്ക് പോകുന്ന വഴി ഇന്ന മരം നിപ്പില്ലേ, പിന്നെ ഇവരുടെ ബോഡി ഒരു പാലത്തിൻ്റെ അടുത്തു നിന്നല്ലേ കിട്ടിയത്, ഇതെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ 2 പേരും കൂടെ കരയാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ആക്സിഡൻ്റാണ്, അവിടെ ഒരു പാറയുണ്ട്, ഈ സ്ത്രീ ആ പാറയുടെ വെള്ളത്തിനടിയിലുള്ള ആ പാറയുടെ ഭാഗത്ത് ചവിട്ടി അങ്ങനെ സ്ലിപ്പ് ചെയ്ത് തല പാറയിലടിച്ച് വെള്ളത്തിൽ വീണ്, അങ്ങനെയാണ് ഇവർ മരിക്കുന്നത്. സർ, പക്ഷേ ഈ പറഞ്ഞ 3 സയൻസും അല്ലാതെ തന്നെ അറിയാൻ പറ്റുന്നതല്ലേ? ഇവരും ബോഡി എവിടെ നിന്ന് കിട്ടിയല്ലേ, ഇവർ എന്ത് ഡ്രസ്സ് ഇട്ടിരുന്നു, പോകുന്ന വഴിക്കുള്ള അല്ലാതെ സൈക്കിക്ക് എങ്ങനെ അറിയും? അല്ല, പുറമേ നിന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം ഞാൻ പറയുന്നത് സൈക്കിക്കിന് ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റില്ല, പക്ഷേ അല്ലാതെ തന്നെ ആ ഇൻഫർമേഷൻ അല്ല അത് സൈക്കിക്കാണ് പറയുന്നത്. പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വാസമായി. അതേ രീതിയിൽ ഈ മക്കൾക്ക് അറിയാം, അവർ ആ വീട്ടിൽ താമസിക്കുന്നവരാണ്. സൈക്കിക്ക് എവിടെയെങ്കിലും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. പക്ഷെ ഒരു ചോദ്യം, ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്നും എനിക്കറിയില്ല, പാരാസൈക്കോളജിനെ കാണണമെന്നും ഓജോ ബോർഡാണ്. അല്ല, ഇത് ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത് നമ്മളെ മൊബൈലിൽ വിളിച്ച് സംസാരിക്കുന്ന പോലെ ഒരു സർവീസാണെന്ന് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഒരുപാട് കേസിലൊന്നും നടക്കത്തില്ല, പ്രത്യേകിച്ച് തമാശനൊക്കെ വേണ്ടി വരുന്നത്. ഇത് വളരെ ഒരു അക്യൂട്ട് പ്രോബ്ലം ഉള്ളപ്പോൾ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യും എന്നേ ഉള്ളൂ. സർ, പാരാനോർമൽ ആക്ടിവിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോൾട്ടർഗൈസ്റ്റാണ്. ഞാൻ എക്സ്പീരിയൻസ് ചോദിച്ചത്. ഉണ്ട്, ധാരാളം. ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഈ പോൾട്ടർഗൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. അതായത് ടിപ്പിക്കലായിട്ട് പണ്ട്, ഇപ്പോഴത് വളരെ കുറവാണ്. പണ്ട് ടിപ്പിക്കലായിട്ട് ഈ മിക്ക വീടുകളും അക്കാലത്ത് ഓടിട്ടതാണ്. ഓടിൻ്റെ പുറത്ത് കല്ല് വീഴുക, അതാണ് കോമൺ ആയിട്ടുള്ളത്. അത് ഏറ്റവും ക്ലിയറായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, കാരണം അത് ഒരുപാട് മണിക്കൂർ നമ്മൾ വാച്ച് ചെയ്തതാണ്. ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. തൊട്ടടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ,
എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, അറിയാവുന്നേ ഉള്ളൂ. പുള്ളി എൻ്റെ മുറി വന്ന് പറഞ്ഞു, അങ്ങേര് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഈ പാരാനോർമലായിട്ടുള്ള ഒന്നിലും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ അയാളുടെ വീട്ടിലിപ്പോൾ ഒരു സംഭവം കുറേ നാളായിട്ട് നടക്കുന്നു. ഈ മാമത്തിൻ്റെ അടുത്താണ് അയാളുടെ വീട്. അത് സന്ധ്യ കഴിയുമ്പോൾ ഇയാളുടെ വീട്ടിൻ്റെ പുറത്ത് കല്ല് വന്ന് വീഴും, ചാത്തനാറ്. അപ്പോൾ സാറൊന്ന് വന്ന് നോക്കണം. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ വരാം, എന്തിനാ നീട്ടി വെക്കുന്നു. അപ്പോൾ ഞാൻ ഇയാളുടെ കൂടെ നേരെ ഇയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ ഈ മാമം പാലം ഇറങ്ങി കുറേ ദൂരം അങ്ങ് ഉള്ളിൽ പോകണം. അവിടെ അങ്ങ് വീടുകളൊക്കെ ഇല്ല, വീടുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സന്ധ്യ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കല്ല് വന്ന് വീണു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത കല്ല്. അപ്പോൾ ഈ ഓടിൻ്റെ പുറത്ത് കല്ല് വന്ന് വീഴുമ്പോൾ അത് ഉരുണ്ട് വരുന്ന ശബ്ദം. ഇത് പല ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്, ഒരേ ഡയറക്ഷനിൽ നിന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങി നോക്കാം, ആരെങ്കിലും വിളിച്ചിരുന്ന് എറിയുന്നതാണോ. അപ്പോൾ പറഞ്ഞു ഞങ്ങളിത് എത്രയോ ദിവസം ചെയ്തതാണ്. അപ്പോൾ അവിടെയെല്ലാം ഇയാളുടെ പാർട്ടിക്കാരുണ്ട്. ഞങ്ങളെ ടോർച്ചും ഒക്കെ ആയിട്ട് എല്ലാ ഡയറക്ഷനിലും പോയി ആളെ ഇരുത്തി. നമുക്കിതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരും എറിയുന്നതല്ല, കാരണം അങ്ങനെ നമ്മളെ പിടിച്ചേനെ. ഒന്നാമത് ഇവിടെ അടുത്തുള്ള ആരും ധൈര്യപ്പെടത്തില്ല ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കല്ലെറിയും. വേറെ ഒരു ശല്യമില്ല. ഞങ്ങൾ 9 മണി വരെ ഇവിടെ ഇരുന്നു, അതുകൊണ്ട് ഒരു 3 മണിക്കൂർ. പക്ഷെ പിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ കല്ല് വന്ന് വീഴുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഡയറക്ഷനിലാണ് വീഴുന്നെങ്കിൽ നമുക്ക് ചെന്ന് കാണാം കല്ല്, പക്ഷേ എറിയുന്ന ആരുമില്ല. പക്ഷേ ഈ പറഞ്ഞ എക്സ്പീരിയൻസിൽ തന്നെ ഈ പാരാനോർമൽ എക്സ്പീരിയൻസ് വരുന്നത് ആരോ ഒരാളുടെ സൈക്കിക് ആയതുകൊണ്ടാണ്, അയാളുടെ എബിലിറ്റി കൊണ്ടാണ്. അതിൽ ഈ വിക്ടിം തന്നെ, അയാളുടെ എബിലിറ്റി എന്ന് പറയുമ്പോൾ അയാൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല, അയാൾ സൈക്കിക് ആയതുകൊണ്ടാണ്. അത് ഈ വിക്ടിം തന്നെ ആവണമെന്നുണ്ടോ? അതായത് ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വിഷയത്തിൽ താങ്കളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സൈക്കിക് എക്സ്പീരിയൻസ്, സൈക്കിക് എക്സ്പീരിയൻസ് ആണോ അതോ മറ്റാരുടെയെങ്കിലും ആണോ ചുറ്റുവട്ടത്ത്? ആ വീട്ടിൽ ഈ എൻ്റെ ഫോക്കസ് അല്ലേ എൻ്റെ, അത് അന്നൊരു കുഴപ്പം പറ്റിയത്, കുഴപ്പമെന്ന് പറയാൻ ഒക്കത്തില്ല. പുള്ളി എന്തോ വളരെ സീക്രട്ടീവായിരുന്നു. ആ വീട്ടിൽ വേറെ ആരുമായിട്ട് അങ്ങനെ ക്ലോസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പുള്ളിക്ക് സമ്മതമല്ലായിരുന്നു. ഞാൻ പുള്ളിയോട് അങ്ങോട്ട് പോയ വഴിയെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അൺയൂഷ്വൽ ബിഹേവിയർ കാണിക്കുന്നുണ്ടോ, ആരെങ്കിലും ഡിസ്ട്രസ്ഡ് ആണ്. വേറെ സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പ്രത്യേക വീട്ടിൽ അത് നടന്നില്ല. അത് ഈ സംഭവം പോൾട്ടർഗേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ 2-3 ദിവസം കൊണ്ട് തീരും, ഒന്നും ചെയ്തില്ലെങ്കിലും തീരും. അങ്ങ് അറ്റം പോയ ഒരു 10 ദിവസം, അത് കൂടുതൽ സാധാരണ ഇത് പോകാറില്ല.